ആ ആദ്യം ഉണ്ടായിരുന്നു. ഒന്നും കൂടി നടക്ക് നല്ലോണം. കഴുത്ത് താത്തിട്ട് തന്നെയാണ് നടക്കലല്ലേ പൊതുവേ. ഒരു ഭാഗത്തേക്കായിട്ടാണ് നടത്തം. ഒന്നും കൂടി നടക്ക്. ഒന്ന് മണങ്ങിക്കള. മണങ്ങാൻ പറ്റുമോ? അങ്ങനെ മണങ്ങുമ്പോൾ ആ ഒരു റാ പോലെയുണ്ട്. നേരെ തിരിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക്. എന്നിട്ട് ഉണ്ടാ അവിടെ ഫുള്ള് ഒരു റാ പോലെയാണ് ഉള്ളത്. അത് കൂനിൻ്റെ വേറൊരു മോഡലേ. കൈ പൊന്തിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടോ? ഫുള്ളായിട്ട് പൊന്തിച്ച് നോക്കിയാൽ താത്തി നോക്കി. അങ്ങനത്തെ ഒന്നും ബുദ്ധിമുട്ടില്ല. കാല് പൊന്തിച്ച് നോക്കി എത്ര പൊന്തിക്കാൻ പറ്റും? മുട്ടിങ്ങനെ. അന്നേരം വേദനയുണ്ടോ? അവിടെ വേദനയുണ്ട്. അപ്പുറത്ത് അതിന് വേദനയൊന്നുമില്ല. ഇരിക്കും വേണം, നിൽക്കും വേണം, കിടക്കും വേണം. കൂടുതൽ വേദന രാവിലെ എണീക്കുമ്പോൾ നേരെയുണ്ട്. പണ്ട് ചെറുപ്പത്തിലേറ്റം വീവോ അടിച്ചു പോവോ ചന്തി കുത്തിയിട്ട് ഇരുന്ന് പോവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിനാ? ഓർമ്മയിലില്ല. പിന്നെ നമ്മൾ പണ്ട് ഇലക്ട്രീഷ്യനായ ഈ ജെറ്റിന്റെ മോട്ടർ പൈപ്പ് വന്നിട്ടുണ്ട് പണി. അങ്ങനെ ഒരു പണി വന്നിട്ടുണ്ട്. അത് കുറച്ച് വർഷമായിരിക്കും. ബാക്കിൽ പേഴ്സ് വെക്കലുണ്ടാ? പണ്ടേ വെക്കലില്ല, ഉപയോഗിക്കില്ല. പിന്നെ ഒരു ഭാഗത്തെ ഒരു കാലും പൊന്തിച്ചിട്ട് കൂടുതൽ വർക്ക് ചെയ്തിനാ? അങ്ങനെയല്ല, ഇങ്ങനെ ഒരു കാല്. അങ്ങനെ കുറച്ച് കാലം ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പം അങ്ങനെ ചെയ്യലുണ്ടാ? കുറച്ചായിട്ട് നിർത്തിയിട്ട്. ബാലൻസിൻ്റെ പ്രശ്നമുണ്ട്. ഇല്ല. എത്ര സമയം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കൈതരിപ്പ് വരുത്തി? രാവിലെ അല്ല നമ്മളിപ്പോൾ ഒരു അരമണിക്കൂർ കിടന്നിട്ടുണ്ടെങ്കിൽ ബാഗ് എടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാവും. അത് പിന്നെ വെച്ചാൽ ഞാൻ ഇപ്പോൾ ഈ 2 ദിവസം ഫാനിട്ട മിക്കവാറും കിടക്കാം. വേനൽ മഴ വർഷമല്ലോ. അപ്പം കൈ മറക്കുകയാണെങ്കിൽ കുറവുണ്ട് കാണുന്നുണ്ട്. തണുപ്പ് കാറ്റടിക്കുന്നില്ലെങ്കിൽ അതും ഒരു പ്രശ്നമാണ്. മനസ്സിലായ സാധനം അത് മറച്ചിട്ട് വെച്ചാൽ ഇവിടെ ഇങ്ങനെ വേർക്കത്രയായിരുന്നു. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മൂടലില്ല. അപ്പോൾ കൈ പുറത്താണെങ്കിൽ എന്തായാലും കൈതരിപ്പ് വരുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് ഒഴിവാക്കേണ്ടി